സുഹൃത്തെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കുന്നതിന് തടസ്സമാകുന്ന 3 വാക്കുകളെ കുറിച്ചാണ്. ആ 3 വാക്കുകൾ എന്തൊക്കെയാണ്? അവ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ സംഭവിക്കുന്നതിന് തടസ്സമാകുന്നത്? ആ 3 വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ 3 വാക്കുകൾക്ക് ആകർഷണ നിയമം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിനെ തടയാൻ മാത്രം ശക്തിയുണ്ടോ എന്ന് നിങ്ങളിപ്പോൾ അത്ഭുതപ്പെടുന്നുണ്ടാകും, അല്ലേ? തീർച്ചയായും നിങ്ങൾ അത്ഭുതപ്പെടുന്നത് പോലെ തന്നെ ഈ വാക്കുകൾ വളരെ ശക്തമായ വാക്കുകൾ തന്നെയാണ്. സുഹൃത്തെ, നിങ്ങൾ പോലും അറിയാതെ ഒരു ദിവസം തന്നെ ഒരുപാട് തവണ ഈ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ വാക്കുകൾക്ക് വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെന്ന്? ഈ വീഡിയോ പൂർണ്ണമായും കാണുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ 3 വാക്കുകൾ ലോ ഓഫ് അട്രാക്ഷനെ ബ്ലോക്ക് ചെയ്യുന്നത് എന്നും എങ്ങനെ ആ വാക്കുകളെ നമ്മുടെ സംസാരത്തിൽ നിന്ന് ഒഴിവാക്കാമെന്നും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഉണ്ട് എങ്കിൽ കമൻ്റായിട്ട് നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുക. ആദ്യത്തെ വാക്കാണ് ഹോപ്പ്. നമ്മളെല്ലാവരും എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കായ ഹോപ്പ് എങ്ങനെയാണ് ആകർഷണ നിയമത്തെ ബ്ലോക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഹോപ്പ് എന്നത് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. സംഭവിക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അമിതമായിട്ടുള്ള ആഗ്രഹം, എക്സ്പെക്ടേഷൻസ് എന്നിവയൊക്കെ നമുക്ക് ഹോപ്പ് എന്ന് വിളിക്കാം. ഹോപ്പ് ഉണ്ടാവുന്നത് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ സുഹൃത്തെ, അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ ഉണ്ടാവുമ്പോൾ എന്തെങ്കിലും നേടിയെടുക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹത്തിൽ നിന്ന് അത് നിങ്ങളെ പിന്നോട്ട് വലിക്കും. നിങ്ങൾ എന്തിനെയെങ്കിലും പ്രതീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്ത ഒന്നിനെക്കുറിച്ചായിരിക്കും പ്രതീക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന ഒരു സന്ദേശം പ്രപഞ്ചത്തിന് കൈമാറുക കൂടിയാണ് ചെയ്യുന്നത്. സുഹൃത്തെ, ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഉടനെ ഒരു പുതിയ ജോലി കണ്ടെത്തും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഈ പ്രപഞ്ചത്തോട് വിളിച്ചു പറയുകയാണ് നിങ്ങൾക്ക് ഇതുവരെ ഒരു ജോലിയും ഇല്ല എന്ന്. അത് നിങ്ങളെ ഒരു ഇല്ലായ്മയിൽ നിലനിർത്തും. അതുകൊണ്ട് സുഹൃത്തെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്ക് ഉടനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതിന് പകരം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്ക് നിലവിൽ ഉണ്ട് എന്ന് സങ്കല്പിക്കുകയും അതിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ സ്വപ്നം കാണുന്ന ആ ജോലി ഉടനെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതിന് പകരം നിങ്ങളിപ്പോൾ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് സ്വയം കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യുക. രണ്ടാമത്തെ വാക്കാണ് വാണ്ട് അഥവാ ആഗ്രഹം എന്നത്. ആഗ്രഹം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടത് എന്നാണ് അർത്ഥം. അതായത് എന്തെങ്കിലും സ്വന്തമാക്കണമെന്ന നിങ്ങളുടെ അതിയായ ആഗ്രഹത്തെയാണ് വാണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾ വേണമെന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്ത ഒരു കാര്യമാണ് നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ന സന്ദേശം യൂണിവേഴ്സ് അഥവാ പ്രപഞ്ചത്തിന് കൈമാറുന്നു. ഇത് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നു. സുഹൃത്തെ, ഉദാഹരണത്തിന് എനിക്ക് സമ്പന്നൻ ആകണം, പണക്കാരൻ ആകണം എന്ന് നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും സമ്പത്തില്ല എന്ന് നിങ്ങൾ പ്രപഞ്ചത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളെ ഒന്നുമില്ലാത്തതായി തുടരുന്നതിന് കാരണമാകുന്നു. അപ്പോൾ സുഹൃത്തെ, നിങ്ങൾ ഓൾറെഡി സമ്പന്നനാണ് എന്ന ഫീലിംഗിൽ ഫോക്കസ് ചെയ്യുക. അതുപോലെ നിങ്ങൾ സമ്പന്നനാണ് എന്ന് സ്വയം വിഷ്വലൈസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ പ്രയോഗിക്കുന്ന വാക്കുകളിൽ നിന്നും വാണ്ട് എന്ന് ഒഴിവാക്കുക. എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ സമ്പത്തിനും സമൃദ്ധിക്കും ഞാൻ നന്ദിയുള്ളവനാണ്. ഞാൻ ആഗ്രഹിച്ച എല്ലാ സമ്പത്തും സമൃദ്ധിയും എനിക്ക് ഉണ്ടായതിൽ ഞാൻ വളരെ അനുഗ്രഹീതനാണ്. സുഹൃത്തെ, ഇങ്ങനെ പറഞ്ഞു നോക്കുക. എനിക്ക് സമ്പത്തും സമൃദ്ധിയും വേണമെന്ന് പറയുന്നതിന് പകരം ഇനി മുതൽ നിങ്ങൾ സമ്പന്നനാണ് എന്ന് സ്വയം കരുതിക്കൊണ്ട് സംസാരിക്കുക. ഇനി മൂന്നാമത്തെ വാക്ക് ഏതാണെന്ന് എൻ്റെ സുഹൃത്തിന് അറിയാമോ?
അതാണ് നമ്മൾ ഇടയ്ക്കിടെ ഉപയോഗിക്കാറുള്ള ബട്ട് അഥവാ പക്ഷേ എന്ന വാക്ക്. ഈ പക്ഷേ എന്ന വാക്ക് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര നിസാരക്കാരനൊന്നുമല്ല. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞതിന് ശേഷം മറ്റൊരു കാര്യം പറയുന്നതിന് മുമ്പായിരിക്കും സ്വാഭാവികമായിട്ടും പക്ഷേ എന്ന വാക്ക്, ബട്ട് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ടാവുക. ആ സമയത്ത് നിങ്ങൾ പോലും ഓർക്കാതെ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യത്തിന്റെ പോസിറ്റീവ് എനർജി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ പറയുകയാണ്, എനിക്ക് ഒരു കാർ സ്വന്തമാക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിന്റെ പോസിറ്റീവ് എനർജിയാണ് ഇല്ലാതാക്കുന്നത്. അപ്പോൾ ഇനി മുതൽ സുഹൃത്തെ, ഒരു പോസിറ്റീവ് കാര്യം പറഞ്ഞ് പിന്നീട് പക്ഷേ എന്ന് ഉപയോഗിച്ച് ഒരു നെഗറ്റീവ് കാര്യം പറയുന്നതിന് പകരം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് നിങ്ങൾക്ക് ഉണ്ട് എന്ന് സ്വയം കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾക്ക് അതുണ്ട് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ സുഹൃത്തെ, ആകർഷണ നിയമം പ്രവർത്തിക്കുന്നതിൽ നിന്ന് തടയുന്ന 3 വാക്കുകൾ പ്രതീക്ഷ, ആഗ്രഹം, പക്ഷേ എന്നിവയാണ്. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് ഈ വാക്കുകൾ ഒഴിവാക്കുകയും നിങ്ങൾ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പോസിറ്റീവ് വാക്കുകൾ ഉപയോഗിച്ച് അവയെ മാറ്റി സ്ഥാപിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ, മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനകം തന്നെ നിങ്ങൾക്ക് ഉണ്ടെന്ന തോന്നലിൽ ഫോക്കസ് ചെയ്യുകയും സമൃദ്ധിയിലാണ് നിങ്ങൾ എന്ന് സ്വയം വിഷ്വലൈസ് ചെയ്യാനും ഓർമ്മിക്കുക. അപ്പോൾ എൻ്റെ ഈ പ്രിയ സുഹൃത്ത്, ഇനി മുതൽ ഈ 3 വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുമെന്നും നിങ്ങളുടെ ജീവിതത്തിൽ ആകർഷണ നിയമത്തെ സ്വാഗതം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു ദിവസം സമ്മാനിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് ആഷിഖ് തിരൂർ.